യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ മൂപ്പർ പറഞ്ഞ കള്ള ഹദീസ് എന്നാണ്. അന്ന് മൂപ്പരാഗ് പറഞ്ഞിട്ടില്ല. അത് 2015 പ്രത്യേകം തുടങ്ങിയതാണ്. പ്രസ്തുത റിപ്പോർട്ട് ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഒന്ന് പ്രാർത്ഥിച്ചാൽ ശിർക്കുണ്ടോ എന്നാണ് ചോദ്യം. 2012 തൗഹീദ് അനുസരിച്ച് 1/2 മിനിറ്റേ വേണ്ടുള്ളൂ. പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നി മലക്കിനെ വെച്ച് അങ്ങനെ ചോദിച്ചാൽ ശിർക്കാണ്. നമുക്കൊരു ബയാൻ ചെയ്ത് പറയാണ് അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയാണോ ശിർക്കാണ്. മരിച്ചവരാകട്ടെ, ജീവിച്ചവരാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, ആരോട് ദുആ ചെയ്താലും അത് ശിർക്കാണ്. എന്നാൽ റസൂൽ അങ്ങനെ യാ ഇബാദല്ലാഹ് അള്ളാന്റെ അടിമകളെ എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ റസൂൽ പഠിപ്പിക്കുമെന്ന് വിചാരിക്കാൻ കഴിയില്ല. റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അവിടെ ദുആ അല്ല. അടുത്തത് രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. മണ്ടിയേരിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹുക്കം എന്താ? ഓടി വരണേ എന്ന് പറഞ്ഞാൽ ജായിസല്ലേ? അവർ സാധാരണ വിളിയുള്ളൂ. ഇപ്പോ അനസ് മുസ്ലിയാർ പറഞ്ഞെന്താ അറിയോ? ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല എന്ന് പറഞ്ഞത് മണ്ടിയേരിയോ എന്നുള്ള വിളിനെ പറ്റിയാണ്. അബ്ദുറഹ്മാൻ ചോദിച്ചത് വിജനമായ സ്ഥലത്ത് മണ്ടിയേരിയോ എന്ന് പറഞ്ഞ അതിന്റെ ഹുക്കം എന്താന്നാ? അല്ലല്ലോ. അബ്ദുറഹ്മാൻ ചോദിച്ചത് വിജനമായ സ്ഥലത്ത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് ജിന്നാകട്ടെ മലക്കാകട്ടെ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ അതിന്റെ ഹുക്കം എന്താന്നാ ചോദിച്ചത്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഹദീസിന്റെ നേർക്കുനേരെടുത്താൽ തന്നെ അതിന്റെ ചില ന്യൂനതകൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞു. പക്ഷെ കള്ള ഹദീസ് എന്ന് മൂപ്പര് പറഞ്ഞില്ല. കള്ള ഹദീസ് എന്ന് പറഞ്ഞ ദുർബലമായ ഹദീസുകളെ കൂട്ടത്തിൽ ഏറ്റവും മോശമായത് റസൂൽ താന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസ് എന്നാണ്. ഈ ക്ലിപ്പൊക്കെ കണ്ടിട്ടാണ് ഇപ്പോ നമ്മളെ അയസനി വിചാരിച്ചത് തൗഹീദ് മാറിപ്പോയിട്ടോ, പൊളിഞ്ഞു പോയിട്ടോ. കേട്ടോളി അദ്ദേഹം പറയുന്നത്, വീണ്ടും കേട്ടോളി. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. ഒരപാകത ഇല്ല. അപ്പൊ അങ്ങനെ വിളിക്കാം. ആ വിളിക്കൊരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാ. വിജനമായ സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾ ഇപ്പൊ നമ്മള് യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം ഹദീസ് ലഈഫാണ്. ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ ഹറാമാണ്. അതുകൊണ്ട് യാ അല്ലാഹ് എന്നാണ് വിളിക്കേണ്ടത്. മണ്ടിയേരിയോ എന്നല്ല വിളിക്കേണ്ടത്. യാ റഹ്മാൻ എന്നാ വിളിക്കേണ്ടത്. യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാനേ പാടില്ല. എന്നിട്ട് മൂപ്പര് പറയാനിപ്പോ കള്ള ഹദീസും പഠിച്ച് വിജനമായ സ്ഥലത്ത് ചെന്നിട്ട് ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞിട്ട് മുഹഹിദീങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ആരാ കൊണ്ടുപോണത്? ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല, അതിലൊരപാകതയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരാപ്പ ജിന്നിനെ വിളിക്കാൻ കൊണ്ടുപോണത്?
കേട്ടോളി. ഇതൊക്കെ ആധുനിക സൗകര്യങ്ങളുള്ള കാലത്ത് അതൊക്കെ പ്രസംഗിച്ചാൽ മറക്കും ആളുകളെ. അസംമൂല്യർ പണ്ട് പറഞ്ഞില്ലേ, വാമൊഴിയും വരമൊഴിയും. വാമൊഴി കാത്തിലങ്ങ് മാഞ്ഞു പോവും, വരമൊഴി സ്ഥിരപ്പെടും, അതുകൊണ്ട് പരിഭാഷ പറ്റൂല. അന്ന മാതിരി. അപ്പൊ ഇതിപ്പോ വാമൊഴിയല്ലത്, വാമൊഴിയാണെങ്കിലും വരമൊഴി പോലെ ഇവിടെ രേഖ ഉണ്ട്, തീർന്നിട്ടില്ല. മുമ്പിൽ വിശദീകരിക്കണ്ടേ, കേട്ടോളി. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നയിടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും കൂടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല, യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. തീർത്ത് പറഞ്ഞു. അപ്പൊ ആ തീർത്തിന്ന് പോകുമ്പോ ഒരു പിന്നാക്കം പോയി. അതപ്പോഴത്തെ പ്രശ്നം. 2011 വന്നപ്പോ അന്ന് 2009 തീർത്ത് പറഞ്ഞു പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്ത് പറയാണ്, അതുകൊണ്ടത് ശിർക്കുമല്ല. ഇപ്പൊ പറഞ്ഞത് പ്രാർത്ഥന ആണ് അതുകൊണ്ടത് ശിർക്കുമാണ്, അല്ല എന്ന് പറഞ്ഞാൽ പുറത്താക്കും. അന്നെങ്ങാനും ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞ ഞാൻ ഇപ്പോഴും പറയണത് കണ്ടോ, ഞാൻ പുറത്ത്. മൂപ്പൻ അന്ന് 2009 സലഫി പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയണു, അതിൽ പ്രാർത്ഥന ഇല്ല പുറത്താക്കും. കേട്ടോളി. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവര് മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. അപ്പൊ ആരൊക്കെ പെടുക? ജിന്ന് പെടുവോ? പെടും. മലക്ക് പെടുവോ? പെടും. ജിന്ന് മാത്രമാണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് ഉണ്ട് എന്നാണ് ഇതുവരെ മൂപ്പർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷൗക്കാനിന്റെ വ്യാഖ്യാനത്തിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ അനസ് മൗലവി രക്ഷപ്പെട്ടിരിക്കുക. അപ്പൊ ജിന്ന് പെടും, മലക്ക് പെടും ആര് പറഞ്ഞു? അത്രേമാ സലഫി പറഞ്ഞു. മൂപ്പരെ പോക്കറ്റ് എന്ന് പറഞ്ഞല്ല, ഈ ഹദീസിന്റെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ മൂപ്പര് പറയാണ്. ചില റിവായത്തുകളിൽ ജിന്നുന്നുണ്ട്, ചില റിവായത്തിൽ മലക്കുന്നുണ്ട്, ചിലതിൽ ജിന്നും മലക്കും പെടുന്നുണ്ട്. ഇപ്പോഴോ അങ്ങനെ ആര് പറഞ്ഞു? അവിടെ മനുഷ്യന് മാത്രമേ ഉദ്ദേശിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പൊ പറയണത്. എന്നാ അന്നത് പറഞ്ഞിട്ടില്ലല്ലോ. മൂപ്പര് അപ്പറഞ്ഞെടുത്താ നമ്മളുള്ളത് ഇപ്പോഴും അതിൽ ശിർക്ക് വരുന്നില്ല. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സഹായമുള്ളൂ. പിന്നെ മൂപ്പര് അയസനിക്കൊരു ഏണി വെച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താ? കാണാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടും അങ്ങനെ വിളിക്കാം. കാണാത്ത മനുഷ്യൻ തന്നെ ഖുറാഫികളെ റിജാലുൽ ഗൈബ്. വേണമെങ്കിൽ ഓൽക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. അതൊക്കെ വിചാരിച്ചിട്ടാവും ഇപ്പോ ഒരു ക്ലിപ്പ് കണ്ടുവച്ചിട്ടുണ്ടാവും ഇപ്പൊ അയസനിയും കൂട്ടരും. നിങ്ങൾ വരീതും കൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ മൂവർ സംഘത്തിന്റെ നേതാവ് ഹദീസ് വിശദീകരിച്ചതാ അങ്ങോട്ട് കണ്ടത്. ഇനി ഇസ്ലാഹിൽ വന്നത് ശിർക്കാണെന്നല്ലേ ഇപ്പൊ മൂവാറ്റുപുഴയിൽ ചോദിച്ചു. ഇസ്ലാഹിൽ 2007 ഏപ്രിൽ എഴുതിയത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്ക്. ഇസ്ലാഹിൽ വന്നത് ശിർക്ക്, ഞങ്ങളത് തുറന്നു പറയുന്നു. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ്
അൽ-ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ-ഇസ്ലാഹിലുണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. കണ്ടോ? അൽ-ഇസ്ലാഹില് പദപ്രയോഗത്തിൽ വന്ന ചെറിയൊരു തെറ്റായിരുന്നു, അത് തിരുത്തുകയും ചെയ്തു. അത് വായിച്ചാൽ ക്ലിയറായി. ഇപ്പൊ പറഞ്ഞെന്താ? പാച്ചയായ ശിർക്ക്. എനിക്കതിലെ കുറ്റപത്രത്തിൽ 4-മത്തതാ 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിലൂടെ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. അപ്പൊ അത് ശിർക്കില്ല, അത് ചെറിയ പദപ്രയോഗത്തിൽ ചെറിയ തെറ്റുണ്ടായിരുന്നു, അത് ഇവിടുത്തെ ലക്കത്തിൽ തിരുത്തുകയും ചെയ്തു. ആ പ്രശ്നം കഴിഞ്ഞു. ഇവിടെ ചോദ്യം എന്തിനെ പറ്റിയാ? യാ ഇബാദല്ലാഹ് ഐനൂനി. അതെന്താ ഇസ്ലാഹിറ്റ് ബന്ധം? ഇസ്ലാഹിൽ എഴുതിയത് യാ ഇബാദല്ലാഹ് ഐനൂനിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ പറഞ്ഞെന്താ? ഇസ്ലാഹിൽ എഴുതിയത് വേറെ, യാ ഇബാദല്ലാഹ് വേറെ. ഇസ്ലാഹിൽ എഴുതിയത് ശിർക്കാണെന്ന് അപ്പൊ പറയണേ. ഒന്ന് പറഞ്ഞു കൊടുക്കാം. മൂവാറ്റുപുഴയില് നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായൽ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശിരിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. കണ്ടോ? 2007 മുതൽ 2012 വരെയും അതിൽ ശിർക്കില്ല. എവിടെ ശിർക്ക് എന്ന് പറഞ്ഞ ആളുകളെ 2012 ജൂണിൽ 2012 അബ്ദുറഹ്മാൻ സലഫിന്റെ പുതിയ തൗഹീദുമായി വാദപ്രതിവാദത്തിന് പോയി. കണ്ടോ? യാ ഇബാദല്ലാഹ് 2004 ചോദിച്ചപ്പോ മുസ്ലിയാക്കന്മാരെ മുഖം വാടുന്നത് നിങ്ങൾ നേരത്തെ കണ്ടു. വിയർത്ത് കുളിച്ച് ബേജാറായി AP മുഹമ്മദ് സിയാർ കാന്തവർ അന്തം വിട്ട് പൊന്തമക്കേറിയിരിക്കണേ കണ്ടു. എന്നാ ഇപ്പൊ കണ്ടോ? മുസ്ലിയാക്കന്മാരെ മുഖം തെളിഞ്ഞു. വീണ്ടും ചോദ്യങ്ങളാ. എന്താ കാരണം? ഇസ്ലാഹിൽ എഴുതിയത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചു. സുഹൃത്തുക്കളെ, ഇസ്ലാഹിൽ എഴുതിയത് ശിർക്കാന്ന് പറഞ്ഞാൽ എന്തായി നിങ്ങള്? ഇത് ആരൊക്കെ ശിർക്കിലേക്ക് പോയി? ഇമാം അഹമ്മദ് ശിർക്കിലേക്ക് പോയി, ഇമാം ബൈഹഖി ശിർക്കിലേക്ക് പോയി, ഇമാം തബറാനി ശിർക്കിലേക്ക് പോയി. ഞാൻ ഇമാം അഹമ്മദ് മുശ്രിക്കാന്നൊന്നും ഞങ്ങൾ പറയണില്ല, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇമാം അഹമ്മദ് ചെയ്തത് ശിർക്കാണ് എന്ന് പറയാം. അടുത്ത തലമുറ പറയും ഇമാം അഹമ്മദ് മുശ്രിക്കല്ലേ, അയാളെ മുസ്നദ് സ്വീകരിക്കാൻ പറ്റുമോ? 20,000-ഓളം ഹദീസുള്ള ഇമാം അഹമ്മദിന്റെ മുസ്നദ് അഹ്ലുസുന്നത്തിന്റെ വലിയൊരു ഹദീസ് ഗ്രന്ഥാണ്. ശിർക്കുള്ള ആളെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? ഏത് സാധാരണക്കാരനും അറിയില്ലേ? പിന്നെ ഇമാം ബൈഹഖി പറയുന്നു ഇതനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ സാലിഹ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ 3 എണ്ണമുണ്ട്. സുനനുൽ കുബ്രയുണ്ട്, സുനനുൽ സുഗറയുണ്ട്, ശുഅബുൽ ഈമാനുണ്ട്. 4-മതായി ബൈഹഖിയുടെ അൽ ആദാബുമുണ്ട്. ഈ 4 ഹദീസ് ഗ്രന്ഥം സ്വീകരിക്കാൻ പറ്റൂല. അടുത്ത തലമുറ പറയും. പിന്നെ പറയും തബറാനി പറഞ്ഞിരിക്കുന്നു, ഈ ഹദീസ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞ ആശയം. അപ്പൊ തബറാനിന്റെ മുഅ്ജമുൽ കബീർ പറ്റൂല, മുഅ്ജമുസ് സഗീർ പറ്റൂല, മുഅ്ജമുൽ ഔസത്ത് പറ്റൂല. അടുത്ത തലമുറ ഒക്കെ തള്ളും. ആരൊക്കെ തള്ളുങ്ങള്? തനിച്ച ഹദീസ് നിശ്ചയത്തിലേക്കാ പോണത്. ഇതിപ്പോ ശിർക്കാന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെ മുശ്രിക്കാവും സുഹൃത്തുക്കളെ? ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ ശിർക്കിലെത്തി, ബൈഹഖി ഇമാം ശിർക്കിലെത്തി എന്ന് പറയാൻ പറ്റുമോ? ശിർക്കായ കാര്യല്ലേ നമ്മൾ പറയേണ്ടുള്ളൂ. ഇപ്പൊ മുസ്ലിയാക്കന്മാര് പല ഇസ്തിഗാസന്റെയും പിന്നെ പാട്ടും ബെയ്ത്തും ഒക്കെ കൊണ്ടുവരും. ഇമാം യസ്കലാനി ഇങ്ങനെ പാടിയിട്ടില്ലേ, ഇമാം അബു ഹനീഫ അങ്ങനെ പാടിയിട്ടില്ലേ. ആ പാട്ടും ബെയ്ത്തൊന്നും നമ്മൾ സ്വീകരിക്കലില്ല. ഒന്നുകിൽ അവരെ പേരിൽ ഉണ്ടാക്കിയ ബെയ്ത്ത്, അല്ലെങ്കിൽ വെറും കവിഭാവന, അത്യുക്തികളും അതുപോലെ തന്നെ അതിശയോക്തികളൊക്കെ പറഞ്ഞ കാവ്യഭാവന ഉണ്ടാകും. അവരാരും തന്നെ ഇസ്തിഗാസ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ ഇത്ര കാലം പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്തായി? ഇതിൽ പ്രാർത്ഥന ഉണ്ട് എന്ന് വന്നാൽ മുസ്ലിയാക്കന്മാർക്ക് നല്ല കോളായി. മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഇസ്തിഗാസക്ക് നല്ല തെളിവായി. എന്താ തെളിവ്? അതിൽ പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഹദീസ് ദഈഫ് ആണെങ്കിൽ പോലും ഇമാം അഹ്മദ് ചെയ്തിട്ടില്ലേ, ഇമാം ബൈഹഖി ചെയ്തിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാർ. അതാ പയസിലിന്റെ സന്തോഷം. നിങ്ങളിങ്ങോട്ട് വരും, മൂവർ സംഘത്തിന്റെ വ്യതിയാനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങളെ ഖുറാഫാത്ത് ഇവിടെ അരക്കെട്ടറപ്പിക്കാന്നാ വിചാരിക്കണത്. നടക്കൂല.
ഇനി സുഹൃത്തുക്കളെ, ഇബാദല്ലാനെ പറ്റി ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ സലഫി ഇത്രയേറെ വിശദീകരിച്ചിട്ട് മൂപ്പർക്ക് പൂതി തീർന്നില്ല. മൂപ്പര് ആജറ സംഭവത്തിലേക്ക് പോവുകയാണ്. കേട്ടോളി. അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്, മുകളിൽ അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്, അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുപാടി ഒന്നുകൂടി ഞാന് ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്, അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ട് ഓടും, പിന്നെ ഇങ്ങോട്ട് ഓടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഹിസ് അഹിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് ഇഞ്ഞൊന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ? അഹിസ് അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? അഹിസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ അഹിസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി. എനിക്ക് ഇവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിനും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. അപ്പൊ ഹാജറ സംഭവം മൂപ്പർ ഉദ്ധരിച്ചപ്പോ എന്തിനാ? യായ്ബാദല്ല ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടി. എന്താ അത് രണ്ടും തമ്മിൽ അടുപ്പെന്താ? യായ്ബാദല്ലയിൽ ജിന്നും മലക്കുമാണ്, ഇവിടെ മലക്കാണ്. രണ്ടും അങ്ങോട്ട് കാണൂല, ഇങ്ങോട്ട് കാണും. അല്ലെങ്കിൽ ഇപ്പൊ യാജറ സംഭവം അയാൾ ചോദിച്ചിട്ടില്ലല്ലോ. ചോദിച്ചോ? അബ്ദുറഹ്മാൻ ഹാജറ സംഭവം ചോദിച്ചിട്ടില്ല, യായ്ബാദല്ലേ ചോദിച്ചിട്ടുള്ളൂ. യായ്ബാദല്ല ചോദിച്ചപ്പോ ഹാജറ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മൂപ്പര് പറയാണ് ഇതിൽ ശിർക്ക് വരൂല. അപ്പൊ ഹാജറ സംഭവത്തിലും ശിർക്കില്ല, യായ്ബാദല്ലയിലും ശിർക്കില്ല. ഇപ്പൊ അതൊക്കെ പോയി. ജിന്നെ മലക്ക് എന്ന് വിചാരിച്ച ശിർക്ക. 2012 പുതിയ തൗഹീദ്. എന്തിനാ ഈ തൗഹീദ് മാറ്റിയത്? ഈ പറഞ്ഞിടത്തുന്ന അബ്ദുറഹ്മാൻ സലഫി പോയി. ഈ ക്ലിപ്പ് ഇറക്കുള്ള CD പിൻവലിക്കണം. പിൻവലിച്ചിട്ട് മൂപ്പര് തൗബ ചെയ്യണം. ജിദ്ദ ഇസ്ലാഹി സെന്ററും തൗബ ചെയ്യണം. അവിടേക്കുള്ള കാരണം അവരിറക്കിയ CD ആണ്. ഇപ്പോഴും CD പിൻവലിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, ആ ചോദ്യത്തിന് ഇപ്പൊ പുതിയ തൗഹീദ് അനുസരിച്ച് എന്തുള്ളൂ? വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നാകട്ടെ മലക്കാകട്ടെ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ അതിൽ ശിർക്കുണ്ടോ? ജിന്നോ മലക്കോ വിചാരിച്ചാൽ ശിർക്കാണ്, മനുഷ്യരേന്ന് വിചാരിച്ചാൽ ശിർക്കല്ല. ഉത്തരം കഴിഞ്ഞ്. എന്നാ ഇത്രയൊക്കെ പറഞ്ഞു എന്തിനാ? ഇത് ആ സലഫി ഉലമാക്കളെ മറുപടിയാണ്. ആ ഹദീസിനെ സംബന്ധിച്ച് ആ ഹദീസ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കിയ ഖുറാഫികൾക്ക് സലഫി ഉലമാക്കൾ കൊടുത്ത മറുപടി. അത് മരിച്ചവരെ വിളിക്കാൻ തെളിവല്ല, അത് ജീവനുള്ളവരെയാ വിളിക്കണത്. അത് ഗായിബീങ്ങൾ എവിടെയോ ഉള്ള ആളുകളെ വിളിക്കലല്ല, അവിടെ തന്നെ ഹാജറുള്ള ഹാദിരീങ്ങളോടാണ് സംസാരിക്കുന്നത്. ആ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല, അവരെ മലക്കുകൾക്കോ ജിന്നുകൾക്കോ അവരെ കൈവപ്പെട്ടതാ ചോദിക്കണത്. അതെന്നെ അനുസ്മോണി പറഞ്ഞ് ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ. അതിന് ശിർക്കില്ല, അഭൗതികതയില്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമില്ല. അങ്ങനെ ഒരു പുതിയ തൗഹീദ് ഇപ്പൊ കൊണ്ടുവന്ന എന്തിനാ സുഹൃത്തുക്കളെ? അകത്ത് നിൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പുറത്തു പോകേണ്ട ആളാ. പുറത്തു പോകേണ്ട ആള് അകത്ത് നിൽക്കാൻ വേണ്ടി സംഘടന പിടിക്കണം. സംഘടന പിടിക്കാൻ ഇപ്പൊ എന്താ വഴി? തൗഹീദും ശിർക്കും തന്നെ ഉപയോഗിക്കുക. അങ്ങനെ 2011 ആഗസ്റ്റിൽ KNM ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോണതിന്റെ 2 മാസം മുമ്പ് CD ടവറിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ്. ആരൊക്കെയാ പങ്കെടുത്തത്? നൂറിഷുണ്ട്, നാണിയാജി ഉണ്ട്, അബ്ദുൽ ഖാദർ ഹാജി ഉണ്ട്, എർഞ്ഞിക്കല്. അബ്ദുറഹ്മാൻ സലഫി വിളിച്ച മീറ്റിംഗാ. ആ ഗ്രൂപ്പ് മീറ്റിംഗിൽ വെച്ച് ഇവര് തീരുമാനിക്കണം ജിന്ന് വിഭാഗം എന്നൊരു വിഭാഗം പ്രഖ്യാപിക്കുക.
എന്നിട്ട് ഓലെ അങ്ങോട്ട് ഒരു സൈഡാക്കുക. അതിന് നമ്മൾ KJN ഉപയോഗിച്ചൊരു വിശദീകരണം തുടങ്ങാം. അങ്ങനെ 2011 ജൂണിൽ നടന്ന CD ടവർ ഗ്രൂപ്പ് മീറ്റിംഗ്, അത് കണ്ണൂർ ജില്ലക്കാർ പങ്കെടുത്തിട്ടുണ്ട്, കാസർഗോഡ് ജില്ലക്കാർ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ഈസ്റ്റ് നിന്നും വെസ്റ്റ് നിന്നും ആള് പങ്കെടുത്തിട്ടുണ്ട്, വയനാട്ടിൽ നിന്ന് ആള് പങ്കെടുത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് മീറ്റിങ്ങിനെ പറ്റി അന്ന് TP-യോട് ചോദിച്ചു, ഞാൻ അറിയില്ല എന്നു. AP-യോട് ചോദിച്ചു, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ സലഫി അവിടെ മീറ്റിംഗ് വിളിച്ചു. അതിന് മുമ്പ് പയ്യന്നൂരിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയിരുന്നു. അപ്പൊ അടുത്തത് എറണാകുളത്തേക്ക് വിളിച്ചതായിരുന്നു. അത് കുറച്ചൊരു സൗകര്യത്തിന് CD ടവറിൽ വിളിച്ച് ആരും സംശയിക്കൂലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ 2011 ആഗസ്റ്റിൽ വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ വിശദീകരണം തുടങ്ങുകയാണ്. ഒന്നാമത്തെ വിശദീകരണം എറണാകുളത്ത്. എന്നെയൊക്കെ പേരെടുത്ത് വിമർശിച്ച് പരസ്യമായി 2011 വരെ ഇറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ KJUന്റെ പേരിലുള്ള ആ വിശദീകരണം തികഞ്ഞ ഇലക്ഷൻ പ്രചരണമായിരുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ആ തൗഹീദ്. നിങ്ങൾ നോക്കി, 2011 CD ടവറിൽ നടന്ന ജംഇയ്യത്തുൽ ഉലമ വിശദീകരണ യോഗത്തിൽ ബഹുമാനപ്പെട്ട TP നമ്മുടെ പാവനമായ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ സംഘടന ആസ്ഥാനത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയിൽ പറയുന്നത് കേട്ടോളൂ. TP പറയുന്നത്, നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ, പാടില്ല, അവസാനിപ്പിക്കണം. നമ്മളിവിടെ എന്താ ചർച്ച? നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ. അപ്പൊ അമ്പ്രന്തങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടുന്ന ആ ചർച്ച? 2011 കോഴിക്കോട് CD ടവറിനാണ്. ഏത് യൂണിറ്റിലാ ചർച്ച നടന്നത്? ഇദ്ദേഹം തന്നെ അമ്പലത്തിന് കാശ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് ചർച്ച കടലുണ്ടിയിലുണ്ടായിരുന്നു. പക്ഷെ അവിടെയും അമ്പലത്തേക്ക് പോണോ പോണ്ടേ, ബദരീങ്ങളെ വിളിക്കാൻ പറ്റുമല്ലേ, തർക്കമുണ്ടായിട്ടുണ്ടോ? അപ്പൊ തനിച്ച ഇലക്ഷൻ പ്രചരണം. വീണ്ടും കേട്ടോളൂ, CD ടവറിനായി പറയുന്നത്. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നു. നഅൂദുബില്ലാ. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്നൊരു ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായി. നിങ്ങൾ ആരെങ്കിലും തെളിയിക്കോ സുഹൃത്തുക്കളെ? അത് നിങ്ങളൊന്ന് പോയി കടലുണ്ടി പോയിട്ട് ചോദിച്ചോളയും. ഒന്ന് പോക, ഒരു ജീപ്പ് എടുത്ത് പോക. അല്ല മൗലവി, ഏത് യൂണിറ്റിലാണ് 2011 അങ്ങനെ ഒരു ചർച്ച നടന്നത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്നൊരു ചർച്ച. അപ്പൊ തനിച്ച ഇലക്ഷൻ പ്രചരണമാണ്. ഒരു കൂട്ടർ സിർക്കിലേക്ക് പോയിട്ടുണ്ട്, ഇതാ ഇവിടെ സിർക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ കൂടെ നിന്നോളി എന്ന് പറയാൻ, ചേരി തിരിക്കാൻ. എവിടെയൊക്കെ ജംഇയ്യത്തിന്റെ വിശദീകരണം നടന്നോ അവിടെയൊക്കെ മുജാഹിദുകൾ 2 ചേരിയായി. നാട്ടിൽ മാത്രമല്ല വിദേശത്തും. ഇത് സുഹൃത്തുക്കളെ സഹിക്കാൻ പറ്റുമോ മുജാഹിദുകൾക്ക്? ഈ കുപ്രചരണങ്ങൾ ഇപ്പോ പുറത്തു പറയാൻ, എന്നെ പുറത്താക്കിയത് കൊണ്ട് എനിക്കിത് പുറത്തു പറയാൻ സൗകര്യം കിട്ടിയത് കൊണ്ട് പല ആളുകളും ഇപ്പൊ ഇത് മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശത്തെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. 1 കൊല്ലമായി ഞങ്ങളെയൊക്കെ നാവ് കെട്ടിപ്പൂട്ടി വെച്ച് ഞങ്ങൾക്ക് ആർക്കും വിശദീകരിക്കാൻ പാടില്ല. ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമാണെങ്കിൽ ജംഇയ്യത്തിൽ എക്സിക്യൂട്ടീവിൽ തന്നെ 23 ആളില്ലേ, ഫത്വ ബോർഡിലില്ലേ, അവരൊക്കെ ചേർന്ന 10, 30, 35 പണ്ഡിതന്മാരുണ്ട്. അവർ ഈ 2 ആളൊരു സ്ഥലത്ത് പോയാലും 10, 15 സ്ഥലത്ത് വിശദീകരിക്കാം. ഈ 3 സംഘം തന്നെ വിശദീകരിക്കണം. ഇവര് മാത്ര ജംഇയ്യത്തുൽ ഉലമ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വയനാട്ടിന് തിരുവനന്തപുരത്ത് പോയപ്പോ അവര് പറഞ്ഞു ഈ 3 സംഘം അല്ലാത്ത ആരും വന്നോട്ടെ. പക്ഷെ ഞങ്ങൾ തന്നെ വരുന്നു പറഞ്ഞു. അബ്ദുറഹ്മാൻ സലഫി അല്ലാത്ത 2 ആളും പോയി. എന്തുമാത്രം അവർ നിന്ദിക്കപ്പെട്ടു, ആ പ്രവർത്തകരെ മുമ്പിൽ എന്തുമാത്രം അവർ വഷളായി. അപ്പൊ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആരെങ്കിലും ഒരു പുകമറ ഉണ്ടാക്കിയാൽ അതിൽ പൊലിഞ്ഞു പോകുന്നതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം. പ്രവർത്തകർ വിലയിരുത്തും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചാളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പഠിക്കൂല, പഴയത് പഠിച്ച ഒന്നും മറക്കൂല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘടന വളരെ നല്ല സാധന. പക്ഷെ സംഘടന ഹക്ക് മനസ്സിലാക്കാൻ തടസ്സമായിട്ട് മുജാഹിദ് സമൂഹത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹക്ക് മനസ്സിലാക്കുന്നതിന് തടസ്സമായി സംഘടന ഉണ്ടായിട്ടില്ല. ഖുർആനും സുന്നത്തിനേക്കാളും ഏറെ സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആളുടെ വലിപ്പ ചെറുപ്പൊന്നും നോക്കൂല. ഇപ്പൊ ഹുസൈൻ മടവൂർ എത്ര വലിയ നേതാവായിരുന്നു. CP ഉമർ സുല്ലമി ആരായിരുന്നു. അബ്ദുസലാം സുല്ലമി വലിയ മുഹദ്ദിസായിട്ടല്ലേ നടന്നിരുന്നത്. ഇന്ന് അവരൊക്കെ സ്ഥാനം എന്താ മുജാഹിദ് പ്രസ്ഥാനത്തില്? നിങ്ങൾ അനുസരിച്ച് കോഴിക്കോട് സലാം സുല്ലമിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്ന് ആ സലാം സുല്ലമി എവിടെ? എന്താ അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള സ്ഥാനം? ഹുസൈൻ മടവൂർ ആരായിരുന്നു, ഇന്നെന്താ സ്ഥാനം? കാരണം മുജാഹിദ് സമൂഹം അങ്ങനെയാണ്. ആളെ വലിപ്പം നോക്കിയിട്ടോ, ആളെ ചൊറുക്ക് നോക്കിയിട്ടോ, ആളെ വാക്ചാതുര്യം നോക്കിയിട്ടോ നിൽക്കുന്ന ആളുകളല്ല. തെളിവിന്റെ കൂടെ മുജാഹിദ് പ്രസ്ഥാനം നിൽക്കുള്ളൂ.
അതുകൊണ്ട് അഹസനിമാരെ, നിങ്ങൾ വിചാരിക്കണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റും. നിങ്ങളെ ക്യാമ്പയിൻ ചീറ്റിപ്പോകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇറങ്ങി പുറത്തേക്ക്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാഴ്ചപ്പാട് അഹ്ലുസുന്നത്തിന്റെ കാഴ്ചപ്പാടാണ്. ഈ ഹദീസ് മരിച്ചവരോട് തെളിവാക്കി നിങ്ങൾ ഉദ്ധരിച്ചപ്പോ എവിടെയൊക്കെ ഉദ്ധരിച്ചോ അവിടെയൊക്കെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ കൊടുത്ത മറുപടിയാണ് ഞങ്ങൾ കൊടുത്ത മറുപടി. മുൻഗാമികൾ കൊടുത്ത മറുപടിയാ മണ്ണാർക്കാട് ഞാൻ കൊടുത്തത്. ഒന്ന്, അത് ലഈഫാണ്. രണ്ട്, അതിൽ ഇസ്തിഗാസക്ക് തെളിവില്ല, സഹീഹാണെങ്കിൽ തന്നെ. കാരണം അതിൽ ദുആ ഇല്ല. ഇപ്പോ ഹസനിക്കിപ്പോ ഇതിൽ ദുആ ഉണ്ട് എന്ന് ഇപ്പൊ തെളിഞ്ഞു കിട്ടിയല്ലോ. ആര് പറഞ്ഞു? അനീഫിയും അനസും അതുപോലെ അത്രയും സലഫി അതിൽ പ്രാർത്ഥന ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയപ്പോ ലഈഫ എന്നുള്ളത് വിട്ടിട്ട് അത് സഹീഹാണ്, ലഈഫ് അല്ല എന്ന് തെളിയിക്കുവാനാണ് ചോദിക്കുന്നു കേട്ടോളി. പുതിയ സാഹചര്യത്തിൽ വെല്ലുവിളിയുടെ സ്വഭാവം മാറി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്, വിളിച്ചോളൂ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചോ. എന്താ അതിന്റെ അർത്ഥം? അള്ളാന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങനെ വിളിച്ചാൽ സഹായം കിട്ടും. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത കുറെ അടിമകൾ അല്ലാഹ്ക്കുണ്ട്, അവര് നിങ്ങളെ സഹായിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നിവര് പറയാണ് ഹദീസ് ദഈഫാണ്, അതിലെല്ലാരും ഒറ്റക്കെട്ടാണല്ലോ. ഞങ്ങൾ ഇന്നലെ കോടമ്പുഴയിൽ വെച്ച് പറഞ്ഞില്ലേ ആ ഹദീസ് സ്വഹീഹാണ്. ഒറ്റ മൗലിക്കും മുന്നിൽ കിട്ടിയപ്പോ ഒന്നും മുണ്ടാട്ടില്ല. സ്വഹീഹാണ് ഹദീസ്. ഇവിടെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഹദീസ് ദഈഫാണെന്ന് സമർത്ഥിക്കാൻ കോഴിക്കോട്ടങ്ങാടി എന്നല്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മൗലവി ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. മടവൂരികൾ ഉത്തരം മുട്ടിയതാ കോടമ്പുഴന്നേ. അതാപ്പ വലിയ ഇവർക്ക് ആവേശം കിട്ടിയത്. അല്ലെങ്കിൽ മടവൂരികൾ ഖുറാഫികളൊപ്പം പോയെന്താ? കോടമ്പുഴന്ന് ഞങ്ങൾ ലൈഫാണോ എന്ന് ചോദിച്ചപ്പോ മിണ്ടിയില്ല. എടോ, നിങ്ങളെ ഉസ്താദുമാരവിടെ വന്നില്ലേ? അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും വന്നില്ലേ മണ്ണാർക്കാട്ടിന്ന്? AP മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തില്ലേ ദുർബലമാണെന്ന്? ഒച്ചയിട്ട് നോക്കിയില്ലേ? എന്നിട്ട് എന്തേ തെളിയിക്കാൻ കഴിഞ്ഞ? ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല, അത് ദുർബലമാണ്. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് അത് റിപ്പോർട്ട് ചെയ്തവർ തന്നെ ഇതാ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി നതായിജുൽ അഫ്കാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അഖ്റജഹു തബറാനി ബിസനദിൻ മുൻഖതിഇൻ. സനദിൽ ഓട്ട വീണിട്ടുണ്ട്. മുൻഖതിആയ സനദോട് കൂടിയാണ് തബറാനി അത് ഉദ്ധരിച്ചിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ശരീഖ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് രണ്ടുപേരും ദുർബലന്മാരാണ്. ഇതിന്റെ സനദിലുള്ള ആളുകളാണ്. മാത്രല്ല ഇസൈദ് ബിൻ അലി ഉത്ബയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് സനദിൽ ഓട്ട വീണിട്ടുണ്ട്. പിന്നെ ഈ നിദം ഫലത്തത്ത് ദാബത്തു അഹദിക്കും, നിങ്ങളെ വാഹന മൃഗം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് വിളിച്ചു പറയണം? യാ ഇബാദല്ലാഹി യഹ്ബിസു എന്ന് പറയണമെന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ പറ്റി പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? മജ്മഉ സവായിദുൽ ഹൈസമി പറഞ്ഞു, ഇതിന്റെ സനദിൽ മഅറൂഫ് ഇബ്നു ഹസ്സാൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അയാൾ ദുർബലനാണ്. ഷാഫി പണ്ഡിതനായ ഇബ്നു അല്ലാൻ അല്ലദ്കാറിന്റെ ശറഹിൽ പറഞ്ഞു, ഇബ്നു ബുറൈദയുടെയും ഇബ്നു മസ്ഊദിന്റെയും ഇടയ്ക്ക് ഇൻഖിതാ സംഭവിച്ചിട്ടുണ്ട്. അതുതന്നെ അസ്കലാനിനെ താജുൽ അഫ്കാറിലും പറഞ്ഞു. ഒരൊറ്റ പണ്ഡിതനും സഹീഹാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ചിലത് സഹീഹാണെന്ന വിചാരത്തിൽ ചിലരൊക്കെ അമൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ ഇസ്തിലാഹുൽ മുഹദ്ദിസീങ്ങളുടെ നിദാന ശാസ്ത്ര നിയമം അനുസരിച്ച് അത് സഹീഹാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇബ്നു സുന്നിയുടെ റിവായത്തായാലും ഇബ്നു അബീ ശൈബയുടെ റിവായത്തായാലും അബൂ യഅലയുടെ റിവായത്തായാലും തൊബറാനിയുടെ റിവായത്തായാലും ഒരൊറ്റൊന്നിനും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങളെ തലതൊട്ടപ്പന്മാരെ മുമ്പിലിരുത്തി 200 മുഖാമുഖം നടത്തിയ സഖാഫികളെ മുമ്പിലിരുത്തി ഞങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. കോടമ്പുഴയെന്ന് മടവൂരികൾ മിണ്ടിയില്ല. അതാപ്പോ വലിയ തെളിവ്. ഞങ്ങൾ തെളിയിക്കും, എല്ലാ സ്ഥലത്തും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് സഹീഹാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല സുഹൃത്തുക്കളെ. റിജാലുഹു സിഖാത്തെന്ന് അലമുറയിട്ട് നോക്കി. ഇനി മുസ്ലിയാർ പറയാണ്, മുജാഹിദുകളെ യോഗം കൂടിയിട്ട് ഇപ്പൊ ശിർക്കും തൗഹീദും തീരുമാനിക്കണം. കേട്ടോളി, ഞാൻ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ചെറിയ AP ഉസ്താദിന്റെ ഒക്കെ പ്രഭാഷണങ്ങളാണ്. ദീനിന്റെ വിഷയങ്ങൾ ഇവര് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നിവരത് തുറന്നു പറഞ്ഞില്ലേ? ഇനി ഈമാനുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, ഖബറാണോ നീ ചിന്തിക്കുന്നത്? മഹ്ശറയാണോ ആലോചിക്കുന്നത്? ഈ യോഗം കൂടിയിട്ട് ഭൂരിപക്ഷവും നോക്കിയിട്ട് ശിർക്കും തൗഹീദും തീരുമാനിക്കുന്ന കമ്പരിയുടെ പിന്നാലെ പോയാൽ നിന്റെ ആഖിറം നിനക്ക് നഷ്ടപ്പെടും മോനെ
ഇത് ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചതാണ്. റബ്ബിന്റെ കോടതിയിലും ഞങ്ങൾ പറയും കേട്ടോ. അപ്പോ AP ഉസ്താദും ചെറിയ AP ഒക്കെ പ്രസംഗിക്കുന്നത് കണ്ടിരുന്നു. ദീന് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടിയാലോചിച്ച് തീരുമാനിക്കാൻ പറ്റൂല. അപ്പൊ മുജാഹിദീങ്ങൾ ദീൻ ഇങ്ങനെ കൂടിയാലോചിച്ചിട്ട് വോട്ടിനിട്ട് തീരുമാനിക്കലാണെന്ന് മുമ്പൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ മനസ്സിലായി. എന്താ മനസ്സിലായത് മൂപ്പരിക്കെന്നറിയോ? ഈ കഴിഞ്ഞ ജമിയത്തുൽ ഉലമയുടെ പേരിൽ നടന്ന ദൗറ 2011 ഇലക്ഷനോടനുബന്ധിച്ച് യായിബാദുള്ള ചർച്ചയ്ക്ക് കൊണ്ടുവന്നു അബ്ദുറഹ്മാൻ സലഫി. യായിബാദുള്ള വോട്ടാക്കി മാറ്റി. ഏതാണ്ട് യൂണിറ്റും മേഖലയും കൗൺസിലർമാരൊക്കെ ഒത്തപ്പോ പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി പിടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ദൗറ മുനീർ മദനിനെ വിളിച്ചു. ഒരു ചർച്ചന്റെ യാ ഇബാദല്ലാഹി നൂനി, നിങ്ങൾ ആ വിഷയം അവതരിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഞാനെന്തിനു വിഷയം അവതരിപ്പിക്കണം? വോട്ടാക്കി മാറ്റി നല്ലോണം ജനങ്ങളെ ചേരി തിരിച്ചു. എല്ലാ സ്ഥലത്തും മുജാഹിദുകൾ ചേരി തിരിഞ്ഞിട്ട് പിന്നെ ചർച്ച. ഞാൻ വരുന്നില്ല, ഞാൻ ഗൾഫിൽ പോണേ, ഞാൻ വരുന്നില്ല. പിന്നെ ഇതിന് എന്നെ വിളിക്കണേ? നിങ്ങൾ വേണമെങ്കിൽ ജബ്ബാറിനെ വിളിച്ചോളി, മൂപ്പരല്ലേ ഇപ്പൊ ലേഖനം എഴുതിയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, 2011 നവംബറിലും ഡിസംബറിലും ആ ചർച്ച കൊണ്ടുവരുന്നത് യായിബാദിനെ പറ്റിയുള്ള ചർച്ച. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്റെ ജനപ്രസംഗത്തിൽ, അതിൽ സ്ക്രീൻ ചെയ്ത ലിസ്റ്റ് അനുസരിച്ച് ആളെ വിളിച്ചത്. ചർച്ചയ്ക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ചെന്ന മുബാറക് ബിൻ ഉമർ മോലിന്റെ പകം മുബാറക്കിനെ തിരിച്ചുവിട്ടു, റഊഫ് നദ്വിയെ തിരിച്ചയച്ചു, ഷുറൈഹ് സലഫിയെ തിരിച്ചു. എന്താ ഒരു എൽമിയായ ചർച്ചയ്ക്ക് ഇരുന്നാല്? മുമ്പൊക്കെ മദനി പറയലുണ്ട്, നിങ്ങൾ ആരും വരില്ല ദൗറക്ക് നമ്മൾ എത്ര ടീ തരാന്ന് പറയും, ഭക്ഷണം തരാം, നിങ്ങൾ ആരും വരില്ല, നിങ്ങൾക്ക് ഇൽമിനോട് താല്പര്യമല്ല. അങ്ങനെ പോയപ്പോ 3 ആളെ തിരിച്ചയച്ചു. അപ്പൊ എന്താ വോട്ടിനിടാനാ? നിങ്ങൾ ശിർക്ക്. അപ്പൊ ശിർക്ക് 7 ആള്, ശിർക്കല്ലാന്ന് 2 ആള്. അപ്പൊ ശിർക്ക്. ഇങ്ങനെ തീരുമാനിച്ചു. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാനത് ഉറക്കെ പറഞ്ഞത്. ഇക്കഴിഞ്ഞ 90 കൊല്ലത്തെ ചരിത്രം നിങ്ങളെടുത്തോ, ഏതെങ്കിലും ഒരു കാര്യം മുജാഹിദുകൾ ഇങ്ങനെ വോട്ടിനിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി അത് മൂടിവെക്കുകയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണത്. ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അറിഞ്ഞത്? അല്ല, നിങ്ങൾ അറിയോ? ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാ പറഞ്ഞത്? മുജാഹിദുകളെ, ഇതാ ഈ മൂവർ സംഘം ഈ പ്രസ്ഥാനത്തെ ഒരു പുതിയ ലൈനിലേക്ക് കൊണ്ടുപോവുകയാണ്. വോട്ടിനിട്ട് ശിർക്കും തൗഹീദും തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് ഇതാ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നു. നിങ്ങൾ നോക്കൂ, ഇതാ ജമിയത്തുൽ ഉലമയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ജമിയത്തിന്റെ പേരിൽ ഈ മൂവർ സംഘം ഇറക്കിയതാ. ഈ പുസ്തകത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 38ഓളം പണ്ഡിതന്മാർ ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങളെ പ്രസ്ഥാനം തന്നെ അങ്ങനെയാണ്, തെറ്റ് മൂടി വെച്ച് മുന്നോട്ട് പോകുന്നല്ല. ജമിയത്ത് ഇറക്കിയ ബുക്കല്ലേ, ഇനി അതിനെ പറ്റി നമ്മളൊന്നും പറയണ്ട, അതിലിപ്പോ തെറ്റ് പറയേണ്ടത് ജമിയത്തിനെ കൊച്ചാക്കലാവൂലേ, ജമിയത്തിനെ നമ്മൾ ബഹുമാനിക്കേണ്ട സംഘടനയല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കൂല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇതിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് 38ഓളം പണ്ഡിതന്മാര് ഒപ്പിട്ട് കൊടുത്തപ്പോ ജമിയത്തിന്റെ സ്റ്റേജിൽ വെച്ച് പറയാണ്, 38 പോത്തുകൾ ഒപ്പിട്ട് തന്നു. സുബ്ഹാനല്ലാഹ്. ആരാ പറയുന്നത്? ജാമ്യയിലെ അധ്യാപകൻ അംസ ബാഖവി. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മുടെ സ്റ്റേജിൽ അങ്ങനെ ഒരു വർത്താനം മുമ്പൊക്കെ പോത്ത് എന്നൊക്കെ വിളിക്കുക, അങ്ങാടിയിൽ പോലും ഇന്ന് ആളുകൾ കേൾക്കാത്തൊരു വാക്കാണ്. നിങ്ങളൊരാൾ പോത്തേന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? എന്നാ പരസ്യമായിട്ട് ഈ നദവത്തുൽ മുജാഹിദിന്റെയും KNMന്റെയും ഔദ്യോഗിക വേദിയിൽ വെച്ച് പറയാ. ഒന്നാമത്തെ പോത്താരാന്നറിയോ? അബ്ദുല്ലക്ക് സുല്ലം യാമയൂർ. രണ്ടാമത്തെ സുഹൈർ ചുങ്കത്തറ, അബൂബക്കർ സലഫി, മുബാറക് ബിൻ ഉമർ, അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് സുല്ലമി ആറഞ്ചേരി, അബ്ദുർ റഊഫ് നദവി, VN അമീദ് സുല്ലമി പാണ്ടിക്കാട്, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ സാരി പറപ്പൂര്, നബീൽ രണ്ടത്താണി, ബാദുഷാ ബാഖവി, ഫദലുൽ ഹക്ക് ഉമരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, ശിഹാബ് അടക്കര, ബഷീർ സലഫി പൂളപ്പൊയിൽ, ഷാഫി സലാഹി ചെങ്ങലീരി, ഷെരീഫ് കരുവാരകുണ്ട്, സാജിദ് തിരൂരങ്ങാടി, ഹാരിസ് കായക്കൊടി, നൌഫൽ സലാഹി ഒതായി മദീന യൂണിവേഴ്സിറ്റി, അബ്ദുൽ നാസർ മദനി ചാവക്കാട്, ഷമീർ ഫാറൂഖി, അഷ്കർ സലഫി തച്ചമ്പാറ, സുറൈഹി സലഫി തിരൂരങ്ങാടി, അഷ്കർ സലാഹി ആമയൂർ, ഷുഐബ് സലാഹി കാരപ്പുറം മദീന യൂണിവേഴ്സിറ്റി, സമീൽ അസ്ലം സലാഹി മദീന യൂണിവേഴ്സിറ്റി, മുഹമ്മദ് അലി തച്ചമ്പാറ, യൂസുഫ് സലഫി മണ്ണാർക്കാട്, അബ്ദുല്ലാ ബിൻ അലവി കുന്നുംപുറം മദീന യൂണിവേഴ്സിറ്റി, ഷാഫി സലാഹി വയനാട് മദീന യൂണിവേഴ്സിറ്റി, അബ്ദുല്ലാ ഷമീർ മദീന യൂണിവേഴ്സിറ്റി, NV സുഹൈൽ മുഹമ്മദ് സാലിം മദീന യൂണിവേഴ്സിറ്റി, NV ബിസ്ർ മുഹമ്മദ് സാലിം മദീന യൂണിവേഴ്സിറ്റി, മുനീർ ഗൂഡല്ലൂർ, സഅദ് ബിൻ സലീം സമാദ് സലഫി വല്ലപ്പുഴ. 38 ആൾ. ഈ 38 പോത്തുകൾ എന്നാ പറഞ്ഞത്, 38 വിഡ്ഢികൾ എന്നാ പറഞ്ഞത്. എന്നിട്ട് ഷാഫി സലാഹി ഇത് കൊണ്ടേ കൊടുത്തപ്പോ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കാരണം എന്താ അറിയോ? അതിൽ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ഫിത്തനന്റെ ഒക്കെ ഉസ്താദ് അബ്ദുറഹ്മാൻ സലഫിയാണ്, എന്റെ പേര് ഇന്ന് ഒഴിവാക്കണം എന്നാണ്. പേര് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തെളിയിക്കുന്നറിഞ്ഞു, പല്ലടിച്ച് കൊയ്ക്കുന്നറിഞ്ഞു അബ്ദുറഹ്മാൻ സലഫി. നിങ്ങളെ ചെലവൊന്നല്ല അറിഞ്ഞു ഷാഫി സലാഹി. CD ടവറിൽ വെച്ചത്
നമ്മുടെ സംഘടന ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയിട്ട സാലിയം സലീം ഭീഷണിപ്പെടുത്തി പുറത്തിറങ്ങി വേണ്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടോ. എന്താ ജമിയത്തുൽമന്റെ ബുക്ക് ചർച്ച ചെയ്യുന്നിടത്ത് സാലിയം സലീമിന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഗുണ്ടായിസം തുടങ്ങിയപ്പോ ഈ ഗ്രൂപ്പ് കോക്കസ് സംഘടന പിടിച്ചെടുത്ത് സംഘടന ആസ്ഥാനത്ത് വെച്ച് ഒരു പ്രധാന പ്രവർത്തകനെ ആക്ഷേപിക്കുക. നിങ്ങൾ നോക്ക്, ഷാഫി സലാഹി ഇറക്കിയ പുസ്തകങ്ങൾ വരെ ഇപ്പൊ CD ടൗണിൽ വെക്കുന്നില്ല. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ചെറിയൊരു ലഘുലേഖ 1,10,000 കോപ്പി കേരളത്തിൽ ഇറങ്ങിയ സാധന നമ്മുടെ ആളുകൾ പ്രബോധനത്തിന് ഉപയോഗിക്കുന്നത്. അവർ ആരോട് പ്രാർത്ഥിച്ചു? ഇമാം നവവിയും 10 കിതാബും, ഇങ്ങനെ ചെറിയ ചെറിയ പുസ്തകങ്ങളിലൂടെ ദഅവത്തി സംബന്ധമായ വിഷയങ്ങൾ വെച്ച് ആ പുസ്തകം വരെ CD ടൗണിൽ മാറ്റിപ്പോ എന്തെന്നാലോചിക്കും. ഈ കോക്കസ് എവിടെ എത്തിയെന്നാലോചിക്കൂ. അപ്പൊ ഈ ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കിയിട്ട് ആ പുതിയ തൗഹീദ് അടിച്ചേൽപ്പിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പുതിയ ഭിന്നിപ്പ് കണ്ടപ്പോ മുസ്ലിയാക്കന്മാര് വിചാരിച്ചു, അല്ല ശിർക്കും ബിദ്അത്തൊക്കെ ഇവര് പോട്ടിനിട്ട് തീരുമാനിക്കാണ്, ഇവര് ദീന് വിളിക്കാൻ വന്നവരാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റോ? നിങ്ങൾ ചെയ്യുന്ന ശിർക്കാണെന്ന് ഞങ്ങൾ സമർത്ഥിച്ചത് 35-നെതിരെ 40 വോട്ടുകൾക്കല്ല. അത് ജമാഅത്തേറെ ശൂറയിലുണ്ടാകും. വോട്ട് ചെയ്യൽ ഹറാം, അത് ഹലാലാക്കി. കോടതി പോകൽ ഹറാം, ശിർക്ക് അത് തൗഹീദാക്കി. അതുപോലെ മുജാഹിദുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന ശിർക്കും തൗഹീദും ഒക്കെ വ്യക്തമായ ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിച്ചതാണ്. അല്ലെങ്കിൽ സമർത്ഥമായി ഗണ്ണിച്ചുകൂടെ? മുസ്ലിയാക്കന്മാർക്ക് ഗണ്ണിക്കാൻ സാധിച്ചോ? മുസ്ലിയാർ പറയാണ്, ഇവിടെ മാത്രല്ല, കേരളത്തിൽ മാത്രല്ല, ഗൾഫ് നാടുകളിലും ഇവർ 2 കഷ്ണമായി പിളർന്നു. എല്ലായിടത്തും ഇതൊരു ചർച്ചാ വിഷയമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാതെ വോട്ടിനിട്ടിട്ട് തൗഹീദും ശിർക്കും തീരുമാനിക്കേ. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലൊരു കറയാണത്. ഇതുകൊണ്ടാണ് ഞാൻ ഒപ്പിടാൻ മടിച്ചത്. ഇപ്പൊ ചില ആളുകൾ സക്കരിയാസലായി കണ്ട് ഒപ്പിട്ട് കൊടുത്തുടാഞ്ഞോ. ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലവിലുള്ള ആദർശം തിരുത്തിയിട്ട് അതിനൊപ്പിടുക. അപ്പൊ ഒരിക്കലും തന്നെ മുജാഹിദുകൾ എന്ന് പറഞ്ഞാല് KJU പറഞ്ഞില്ലേ എന്ന് പറയുമ്പോഴത്തേന് അങ്ങോട്ട് വിഴുങ്ങൂല. കാരണം നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ച അതാണ് അല്ലെ. ഇപ്പൊ ചില ആളുകളെ കായത്തോതും അത്തിഉല്ലാഹു വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, നേതൃത്വത്തെ അനുസരിക്കണം. ആയത്ത് അവിടെ തീർന്നിട്ടില്ല, അതിന്റെ ബാക്കിയും കൂടി ഓതണം. എന്താ ബാക്കി? ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നേതൃത്വവുമായി നിങ്ങൾ വല്ല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അത് നിങ്ങൾ വോട്ടിനിടണമെന്നല്ല. നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസത്തിലായാൽ അത് വോട്ടിനിടണമെന്നല്ല, അതിനെ ഖുർആനിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. അതാ മുജാഹിദുകൾ പഠിച്ചത്. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അതിലൊന്നും വലിയ വിശ്വാസമല്ല, നിങ്ങൾക്ക് ഇവിടെ ദുനിയാവിൽ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വോട്ടിനിട്ടോളി. കണ്ടോ? അതാണ് ഏറ്റവും ഉത്തമവും നല്ല പര്യവസാനമുള്ളതും. ഇനി സുഹൃത്തുക്കളെ, ഇത് പറയുന്ന അഹ്സനിയും കൂട്ടരും ആരാ അവിടെ ഹറാമും ഹലാലും വോട്ടിനിട്ട് തീരുമാനിച്ചത്? നിങ്ങൾ നോക്കിക്കോളിയും. ഇവിടെ പെണ്ണുങ്ങൾക്ക് കൈയെഴുത്തു പഠിക്കൽ ഹറാം. എങ്ങനെ തീരുമാനിച്ചത്? ആയത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തില അല്ല, കേട്ടോളൂ. ഇവര് തന്നെ ഇറക്കിയത് 1930 മാർച്ച് മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ കുപ്രസിദ്ധമായ 4ാം വാർഷിക മഹാസമ്മേളനത്തിലെ പ്രമേയം സ്ത്രീകൾക്ക് കയ്യെഴുത്തു പഠിപ്പിക്കൽ ശറഇൽ മക്റൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ ഇവർക്ക് കയ്യെഴുത്തു പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഹറാം, പ്രത്യേകം പാടില്ല പറഞ്ഞാൽ സ്പെഷ്യൽ ഹറാം. EK മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു. AP അഹമ്മദ് കുട്ടി